വർഷം 1990 ജൂൺ 8. കൂട്ടുകാരായ വിനുവും അഖിലും ഒരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ വന്നതായിരുന്നു. കുറച്ച് ദിവസം താമസിക്കുന്നതിന് വേണ്ടി അവർക്കൊരു വീടും കിട്ടി. പക്ഷേ ആ വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അഖിലിന് തോന്നിയിരുന്നുവെന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. അതിന് കാരണം അവർ ആ വീട്ടിൽ താമസം തുടങ്ങിയതിന് ശേഷം പാരാനോർമൽ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ അവിടെ നടന്നിരുന്നു. അവർ ഉറങ്ങുന്ന സമയത്ത് ബാത്റൂമിൽ ഷവർ തുറക്കുന്ന പോലെ തോന്നുക, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരോ പുറകിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നുക, വീട്ടിലെ സാധനങ്ങൾ തനിയെ താഴെ വന്ന് വീഴുക, ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ. ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്നറിയാൻ ഒരു ദിവസം വിനു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഹാൻഡിക്യാം അവരുടെ ബെഡ്റൂം ടേബിളിൽ ഓണാക്കി വെച്ചു. ആ ദിവസം അഖിൽ എന്തോ ആവശ്യത്തിനായി മറ്റൊരിടത്ത് പോയിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം വീട്ടിൽ വന്ന അഖിൽ കാണുന്നത് ദേഹമാസകലം ആരോ മാന്തി കീറിയ പാടുമായി അബോധാവസ്ഥയിൽ കിടക്കുന്ന വിനുവിനെയാണ്. അഖിൽ പെട്ടെന്ന് തന്നെ വിനുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നീട് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പോലീസ് ആ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മോഷണശ്രമം എന്ന് തോന്നിക്കുന്ന തരത്തിൽ അവിടുന്ന് വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി. ബാംഗ്ലൂരിൽ ഏതാനും നാളുകൾ മാത്രം താമസിക്കാൻ വന്ന വിനുവിന് ശത്രുക്കളും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിൽ അവരെത്തി. എന്നാൽ ആ പരിശോധനയിൽ വിനുവിൻ്റെ ഹാൻഡിക്യാം പോലീസിന് കിട്ടി. ആ ഹാൻഡിക്യാമിൽ നിന്ന് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് വിചാരിച്ച അവർക്ക് കിട്ടിയത് നാം മുന്നേ കണ്ട ഫൂട്ടേജാണ്. ഈ സംഭവത്തിന് ശേഷം വിനുവിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഇപ്പോഴും പോലീസിൻ്റെ ആർക്കൈവ്സിൽ ഈ സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന ക്രൈംസിന് ചില സമയത്ത് വളരെ പ്രധാനപ്പെട്ട തെളിവ് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള ക്യാമറകളിൽ നിന്നോ CCTVയിൽ നിന്നോ ഉള്ള ഫൂട്ടേജസിൽ നിന്നാണ്. എന്നാൽ അമാനുഷികം എന്ന് തോന്നിക്കുന്ന ചില കേസുകളിൽ എപ്പോഴും ക്യാമറാസിൽ നേരത്തെ കണ്ട പോലുള്ള ഫൂട്ടേജസ് ആണ് കിട്ടുന്നതെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള പല ഫൂട്ടേജസും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോകുകയും പിന്നീട് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കണ്ടെത്തുന്ന വീഡിയോസിനെയാണ് ഫൗണ്ട് ഫൂട്ടേജസ് എന്ന് പറയുന്നത്. അമാനുഷികമായ ഒരു സംഭവത്തിന് വേദിയായ ശ്രീകാര്യത്തുള്ള ഗോൺ വാലി റെസിഡൻസിലെ ഹൗസ് നമ്പർ 666 നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ഫൂട്ടേജസ് ആണ് ഇനി കാണാൻ പോകുന്നത്. ഹലോ, പോലീസ് കൺട്രോൾ റൂം. ഹലോ 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 എന്താണ് പ്രശ്നം? നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാർ ഇത് ശ്രീകാര്യത്തു നിന്നാണേ. ശ്രീകാര്യത്ത് ഗോൺ വാലി സാർ, ഇവിടെ ഹൗസ് നമ്പർ 666 സാറേ, ഞങ്ങളെ രക്ഷിക്കണേ സാറേ. സാറേ സാറേ ഓക്കെ അളിയന്മാരെ, എടാ ഇതാ ഞാൻ പറഞ്ഞ വീട് എങ്ങനെയുണ്ട്? സെറ്റല്ലേ? അടിപൊളി വീട് കളിയാ, വലിയ വീടല്ലേ? ഇതാണേ നീ പറഞ്ഞ പ്രേതാലയം.
അളിയാ തുടങ്ങി കളിയാ അവന്റെ ചളി. നീ വാ. സെറ്റല്ലടാ, കിടിലൻ വീട്. എന്ത് ചെയ്യാൻ പറ്റും? ചാവി താടാ, തുറക്കത്തോ. ഡേ നില്ല, ഞാൻ തുറക്കാം. ഡേ നിക്കളി, ഞാൻ തുറക്കാം. ക്യാമറ ഞാൻ പിടിക്കണോ? വേണ്ട, ഞാൻ തുറക്കാം. കൊടുത്തിട്ട് വേഗം തുറടാ. തുറടേ. ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാളെ, പോട്ട്. മൊത്തം മലയാണല്ലേ? നല്ല വീടുകളാ. ആ അളിയാ, എന്താ നീ 2 ദിവസം മുന്നേ എന്തൊരു ആക്സിഡന്റ് കണ്ടെന്നാ ആ രക്ഷപ്പെടുത്താൻ പോയിട്ട് അമ്മ പറഞ്ഞു. എന്ത് കളിയാ പ്രശ്നം? എന്റെ അളിയാ, ഒന്നും പറയണ്ട. ഞാനാണെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. അതിനിടയിൽ കൂടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ എന്റെ ഫ്രണ്ടിൽ വന്ന് വണ്ടി ഇടിച്ചതിനിടെ അതൊരു പോസ്റ്റിന് ആശാന് ചെറുക്കനെ കിട്ടി. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറെ എണ്ണം വന്നിട്ട് അയാളുടെ ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് കളിക്കണം. പാവപ്പെട്ട ഇടിച്ച് ചോര വാർന്ന് കിടക്കണം. പിന്നെ ഞാൻ തന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകേണ്ടി വന്നു. പിന്നെ അയാളെ ബന്ധുക്കളൊക്കെ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചു. രക്ഷപ്പെട്ടോ? ഇവിടെ മുഖമൊക്കെ വികൃതമായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ അയാൾക്ക് എന്ത് പറ്റുന്നെങ്കിൽ നോക്കി. ഇനി ആലോചിച്ചിട്ടായി ഇവിടെ പ്രേതം പോയിട്ട് ഡ്രാക്കുള പോലും വരില്ല. വീട് കിടക്കണ കടപ്പ് കണ്ടിട്ട് തലയടി ആദ്യം പുറത്തൊക്കെ സിറ്റുവേഷൻ നോക്കിയിട്ട് നോക്കാം. ആ പുറത്ത് നോക്കാം. ഓ പുറമൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകോ. ഞാൻ വീഡിയോ ഫുള്ള് ഞാൻ പിടിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് നോക്കോ. അല്ല ഓണർ കോൾ ചെയ്യുന്നല്ലോ പറഞ്ഞത്. പിന്നെ ചാവി എവിടെ കിട്ടിയത്? ഇവിടെ അത് അയാൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഫ്രണ്ടിൽ ചട്ടിയുടെ അടിയിൽ താക്കോൽ വെച്ചിട്ടുണ്ട്, എടുത്തോളാൻ അടുത്ത് പറഞ്ഞു. ഞാനല്ലേ ആദ്യം വന്നത്. ഞാൻ ആദ്യമേ താക്കോൽ എടുത്ത് തുറന്നായിരുന്നു. മേട് പോ, മേട് പോ, ബാ വീടിന് കയറടാ. ഈ റൂം മൊത്തത്തിൽ പ്രശ്നമാണല്ലോ എൻ്റെ പൊന്നെ. ഏണിയാണ്. അളിയോ
ചിത്രയാ നിന്റെ പ്രേതം വിളിച്ചതാ. ശരി അതല്ലേ കയറി വാ. എടാ ഈ റൂം ഒന്ന് നോക്കിയാ മൊത്തത്തിൽ നോക്ക്. എടാ എന്തോ ഒരു പ്രത്യേകതയില്ലടാ ഈ റൂം. ഒരു പ്രത്യേക ഫീൽ. ബാക്കിയുള്ള റൂമെല്ലാം റോക്കറ്റ് വിടാനും ഇത് വാങ്ങാൻ വിടാനുള്ള റൂമുകൾ എന്തോന്നറിയോ എടാ അതല്ല. എടാ ഇതിലൊരു പ്രത്യേക ടെമ്പറേച്ചർ ഇതിനകത്ത് കയറിയപ്പോഴത്തേക്ക് അത് പോയിട്ട് ഈ റൂം കണ്ട മൊത്തം വെള്ളം കയറി നശിച്ച് ബാക്കിയുള്ള റൂമിലൊന്നും ഇങ്ങനെ ഇല്ല. എടാ അങ്ങനെയല്ലേ? ഞാനും പറഞ്ഞു. നീ കുറച്ച് മലയാളത്തിൽ പറഞ്ഞു, ഞാൻ കുറച്ച് കാവ്യമായിട്ട് പറഞ്ഞു. നീ എന്തര ഇങ്ങനെ? എന്താണ് പ്ലാൻ? അത് ശരിയാണ്. അത് നീ പറഞ്ഞത്. ആ അത് പറഞ്ഞു. വാ പറയാം. ആ കളി അഭിജി ഇവിടെ ക്യാമറ വിളിച്ചോ. പറയണേ എന്താണ് കാര്യം? അവിടെ കാര്യം വളരെ സിമ്പിളാണ്. എടാ നമ്മൾ നിൽക്കുന്ന ഈ വീട് അതൊരു ഫോണിൽ വീടെന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ ഒരു ദിവസം ഇവിടെ നിൽക്കുന്നു. എന്തിന്? ഇടാ 2 ദിവസം മുന്നെയാണ് ഈ വീടിന്റെ ഉടമസ്ഥൻ എന്നെ വിളിക്കുന്നത്. അയാൾക്ക് ഈ വീട്ടിൽ പ്രേതവും ബോധവും ഇല്ലെന്ന് തെളിയിക്കണം. അങ്ങനെ തെളിയിച്ചാൽ നമുക്കെന്താണ് ഉപയോഗം? ആ ഇടാ നല്ലൊരു എമൗണ്ട് ആയാലും നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ക്യാഷ് കിട്ടും. ക്യാഷ് കിട്ടുമെങ്കിൽ നമുക്ക് ശ്രമിച്ചു നോക്കാം. പക്ഷെ അല്ലടി ക്യാമറയ്ക്ക് എന്തിനാ? എടാ ക്യാമറയാണ് നമ്മുടെ തെളിവ്. നമ്മളിവിടെ നിൽക്കുന്ന എന്റെ തെളിവ് വേണ്ടേ? ആണോ നിന്റെ പ്ലാൻ? അല്ലടാ നമ്മൾ എല്ലാ റൂമിലും നമ്മൾ ക്യാമറ വയ്ക്കും. ക്യാമറ വെച്ചിട്ട് അതിന്റെ ഫുട്ടേജ് ഇടും. നമ്മളിവിടെ താമസിക്കുന്ന ഫുട്ടേജ് അയാൾ കൈമാറി കഴിഞ്ഞാൽ അത് തെളിവായിരിക്കും. സിമ്പിൾ. എടാ അപ്പൊ നമ്മൾ വൈകുന്നേരം ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നു. ഓക്കെ? ഒരു ദിവസത്തെ പരിപാടിയല്ലേ, സെറ്റാക്കാം. ബാ. എല്ലാം സെറ്റായില്ലേ? ക്യാമറ ഓണാണ്. അതൊക്കെ ഓക്കെ. ഓണായിക്കോട്ടെ. ഞാൻ കാര്യം ചോദിക്കാം. അതുപോലെ പ്രശ്നം കാണും. പേടിയുണ്ടോ? പേടിയില്ലാതിരിക്കൂ. രാത്രിയാകുമ്പോഴാണ് ബാക്കി കാര്യം. കുഴപ്പമില്ല. ഇതിനാണ് പേടിക്കാതെ പോകും. ഫുഡ് ഇറങ്ങിയിട്ടുണ്ടോ? രാഴ്ച അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാഴ്ച ഫുഡ് അറേഞ്ച് ചെയ്തില്ലേ? ഇവിടെ രാജേഷേടെ ഇവിടെ ഈ ക്യാമറ പിടിച്ചോണ്ടാ. ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടാ. ഓക്കെ. അതൊക്കെ മതി.
പ്രശ്നമാണല്ലോ. അളിയന്മാരെ, ഈ വീടിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇവിടുത്തെ ഓണർ ഈ വീട് വച്ചതിന് ശേഷം ഇതിന് റെൻറ്റിന് കൊടുത്തു. പുള്ളിക്കാരൻ താമസിച്ചില്ല. അതിൻ്റെ കാരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു ഫാമിലി, ഒരു ജോൺ എന്ന് പറഞ്ഞ ഒരാളുടെ ഫാമിലി ഈ വീട് വാടകയ്ക്കെടുത്തു. ഒരു 3 വർഷത്തോളം അവർ ഫാമിലിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, സുഖമായിട്ട് ജീവിച്ചു. പിന്നീട് അയാളുടെ ഫാമിലിയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അയാൾ ഫുൾ ടൈം കുടിയും ബഹളവുമായി. ഇയാളുടെ ശല്യം കാരണം ഫാമിലി ഇയാളെ കളഞ്ഞിട്ട് പോയി. മേ ബി അതിൻ്റെ വിഷമത്തിലായിരിക്കും പുള്ളിക്കാരന് ഈ വീട്ടിൽ പെട്ടെന്ന് കയറി തൂങ്ങി മരിച്ചു. മരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് സ്മെല്ല് വന്നപ്പോഴാണ് പുറത്തുള്ളത് അറിയുന്നത്. അതിനുശേഷം ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇപ്പോഴും ആ മരിച്ച റൂമിൽ നിന്ന് ലൈറ്റ് കാണാറുണ്ടെന്നും ആരോ കരയുന്ന പോലെ ശബ്ദം കേൾക്കാറുണ്ടെന്നും ഭയങ്കരമായ സ്മെല്ല് വരാറുണ്ടെന്നും ഒക്കെയാണ്. അത് മാത്രമല്ല, ചില ദിവസങ്ങളിൽ ആരോ കയറ് വലിക്കുന്ന പോലെ സൗണ്ട് കേൾക്കാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നാട്ടുകാരുടെ ഈ ഗോസിപ്പ് കാരണമാണ് പുള്ളിക്കാരന്, ഈ വീടിൻ്റെ ഉടമസ്ഥന്, ഇത് വിൽക്കുവാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ വീടിൻ്റെ ഓണർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ലാൻഡ് ബ്രോക്കേഴ്സ് ആണെന്നും പറയുന്നുണ്ട്. സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ശരിയാ, ഈ ലാൻഡ് ബ്രോക്കേഴ്സുമാരായിരിക്കും ഇതിനെ തറയിൽ കിടന്ന് കളിക്കുന്നത്. ഏത് റൂമിലാണ് എടാ, അതിനെക്കുറിച്ച് എനിക്ക് പിടിയില്ല. എന്തു ആയിക്കോട്ടെ, നമുക്ക് കുറച്ച് കാശ് കിട്ടിയാൽ മതി. ഇവിടെ നിറങ്ങുമ്പോൾ കൈ നിറയെ കാശ് കൊണ്ട് പോകാം. അത് ഡെഫിനറ്റ് അല്ലേ? അതാണ് ആകെ ഒരു ആശ്വാസം. അതുപോലെ കറണ്ട് പോയില്ലളിയാ. ആടാ, പേടിക്കണ്ട, വെയിറ്റ്, എൻ്റെ ക്യാമറ ലൈറ്റ് ഉണ്ട്. വെയിറ്റ്. കണ്ടോന്നല്ല. ഓക്കെ, പേടിച്ചു അല്ലേ? പിന്നെ കഥയെ പറഞ്ഞ് പേടിക്കായിരിക്കും. ആടാ, ഇതോ വേള ആരെങ്കിലോ എന്തോളെ കാര്യം എന്താ? എന്താണ് കാര്യം? എന്താണ് ഓണാക്കി വെച്ചതാണ്ടോ അത്? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് സംഭവം ശരിയാണ്. നമ്മൾ ഇതിപ്പോ ഇവിടെ പറഞ്ഞു പോയാൽ നമുക്ക് 10 പൈസ ഉപകാരമുണ്ട്. നമുക്ക് എന്തായാലും സത്യാവസ്ഥ അറിഞ്ഞാൽ പോകാൻ പറ്റും. ശ്രമിക്കാം. എടാ, ക്യാമറ ഓണാക്കി വെച്ചിട്ട് വേണം. പോട്ട് വാ. പൊന്നളിയാ, ഒന്ന് പോലെ അളിയാ, കാശ് ഒന്ന് പിടികളിയാ, എനിക്ക് വയ്യ. അളിയാ, മാങ്ങാണ്ടി ഏത് തേങ്ങാണ്ടി ഏതെന്ന് അറിയാൻ പറ്റിയ അവസ്ഥ ഇവിടെ പോയിക്കൊണ്ടിരിക്കണം. അതിനിടെ കൂടെ പറങ്ങാണ്ടി വന്ന അവസ്ഥയായിപ്പോ. സത്യം പറയല്ലേ, നല്ല പേടിയുണ്ട്. മൂഞ്ചി വീണ്ടും പോയി. ആ എളുത്തിരിക്കണേ വെള്ളം അടിച്ചിട്ട് ഇവിടത്തെ ലംഘമ്പേനായിട്ട് മക്കളെ തോന്നുന്നു. ഒരിക്കൽ ചുമ്മാ ഇരിക്കില്ലടേ. എന്നാലുണ്ടല്ലേ ഇങ്ങനെ ഒരു കറണ്ട് പോകും. താഴോട്ട് പോ. എടാ, ഈ വീഡിയോ പിടിക്കണം നമുക്ക് വേണ്ടിയല്ലേ?
അപ്പൊ ഇവിടെ നിന്ന് പൈസ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ? പെട്ടെന്നൊരു ദിവസം വീടിൻ്റെ വസ്തു കൊണ്ട് പ്രമാണം വെച്ചത് കോടതി നോട്ടീസ് വന്നു. അല്ലാത്ത സീനായി വീട്ടിൽ. എന്ത് ചെയ്യണമെന്നല്ല അറിഞ്ഞൂടാ. അറിയാവുന്ന എല്ലാവരും പോയി കണ്ടു ഞാൻ. പക്ഷേ പ്രതീക്ഷിച്ച ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് പോലും അവർ കൈമലത്തി കളഞ്ഞു. എന്ത് പറയാൻ. അവസാനം മാനേജറെ പോയി ഞാൻ കണ്ടു. ഞാൻ കാലി പിടിച്ച് കരഞ്ഞു ഞാൻ. അയാളും കൈ കഴിഞ്ഞു. അറിയാ, ഇതിന് പൈസ കിട്ടിയാൽ ഞാൻ പൈസ മൊത്തം ബാങ്കിൽ അടയ്ക്കും. അല്ലെങ്കിൽ എൻ്റെ കുടുംബം വഴിയതരായി പോടാ. എനിക്കിപ്പോൾ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് ആ ബാങ്കിൽ അടയ്ക്കണം. നമുക്കറിയാലോ എൻ്റെ സിറ്റുവേഷൻ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മാത്രമല്ല അറിയാം ഈ ചളിയടിയും ഇങ്ങനത്തെ ഇത് പറച്ചിലൊക്കെ. പക്ഷേ ഉള്ള കാര്യം പറയില്ല, അത് പൈസ കിട്ടിയാൽ ഉറപ്പായിട്ട് മൊബൈൽ ഷോപ്പ് തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് നിങ്ങളൊരു ജീവിച്ച് കാണിക്കണം. അതിനൊക്കെയല്ല നമ്മൾ കഷ്ടപ്പെടുന്നു. എല്ലാ കാര്യത്തിലും ഉണ്ടാവും. ഈ പൈസ എന്റെ കാര്യം ഒന്നും പറയണേ. എനിക്കൊരു 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇനി ഈ പൈസ കിട്ടിയിട്ട് വേണം അതിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത് എനിക്ക് ആലോചിക്കുന്നത്. എവിടെ തുടങ്ങണമെന്ന് എനിക്കൊരു അന്തവും ഇല്ല. അത് കിട്ടണം, എന്നിട്ട് ആലോചിക്കാം. അപ്പൊ കിട്ടൂലേ? കിട്ടും, ദൈവം തരും. അങ്ങനെ വെറുതെ നമുക്ക് ഉറങ്ങാൻ പോയാലോ? കഴിച്ച് സത്യം നീ നല്ല ഉറക്കം പറഞ്ഞത്. രാവിലെ കഴിച്ച് ഉറങ്ങാൻ പോവാം. ഇവിടെ നാളെ ഇരിക്കട്ടെ.
വിജി എന്താ എന്താണ് പുറത്തുനിന്നുള്ള ഏവന്റെ കളിയാണ്. എടാ നമുക്ക് ഇവരെ പിടിച്ചേ പറ്റുള്ളൂ. എടാ സമാനപ്പെട്ടു വാ നമുക്ക് നോക്കാം വാടാ നോക്കണമല്ലോ. എന്തൊരു നാട്ടോ എന്താടാ ഏയ് അളിയാ അളിയാ അയ്യോ 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 അതെന്തോന്ന് അയ്യോ അയ്യോ എൻ്റെ അമ്മേ അയ്യോ അതെ അയ്യോ 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 എന്തിനാ അയ്യോ അയ്യോ
എടാ പോലീസിനെ വിളിക്കാം. പോലീസിനെ വിളിക്കട്ടാ? ഹലോ 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 ആ സാർ ഇത് ശ്രീകാര്യത്തു നിന്നാണേ. ശ്രീകാര്യത്ത് ഗോൺ വാലി വില്ലിൽ നിന്നാണേ സാർ. ഇവിടെ ഹൗസ് നമ്പർ 666 സാറേ ഞങ്ങളെ രക്ഷിക്കണേ സാറേ. സാറേ 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 ഞങ്ങളെ രക്ഷിക്കണേ സാറേ. സാറേ സാറേ ഇവിടെ എന്തോ പ്രശ്നമാണ്. അളിയോ ഓണറായി സാറേ 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 നമ്മളോടുണ്ട് സാറേ. അയ്യോ അളിയാ അളിയാ ഇതിന് മാത്രമേ വെട്ടുള്ളൂ. കറണ്ടില്ല. അനിലേ ബാങ്ക് മാനേജറാണ് അനിലേ. നമുക്ക് ഈ ജപ്തിയൊക്കെ മാറ്റി വീട് തിരിച്ചെടുക്കണ്ടേ? അനിലേ വാതിൽ തുറക്ക്. അനിലേ വിജി നമുക്ക് മൊബൈൽ ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? വിജി വാതിൽ തുറക്ക്. വാതിൽ തുറക്ക് വിജി. തുറക്ക് 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 തുറക്ക്. ഓടിക്കോ. അല്ലെ ഫ്രണ്ട് ഫ്രണ്ട് എടാ അല്ലല്ലോ ഇത്. അല്ലേ ഒന്ന് ചെയ്ത് അല്ലേ അല്ലേ അളി രക്ഷപ്പെടാ അളി കോള് അളി ആരും വിളിക്കുന്നേ ഫോൺ അല്ലേ പോലീസ് ആരോ അളി ആരോടെയാ ഇവിടെ No!
ഹലോ സ്റ്റേഷൻ എന്താണ് ആരെങ്കിലും നട്ടപ്പാതിലേക്ക് ആര് കളിയാക്കാൻ വിളിച്ചത്? ഹലോ ഇവിടുന്ന് ഒരു കോൾ വന്നിട്ടുണ്ടല്ലോ. ആരാ? ഹലോ വെറുതെ കളിയാക്കാൻ. കേരളം ലോക്ക്ഡൌണിൽ അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടി. കേരളത്തിൽ കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. സംസ്ഥാനത്ത് 3 കോവിഡ് മരണം കൂടി. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ച 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കേരള has topped the states with most COVID cases in a single day. Kerala ദി ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം. നിങ്ങളെപ്പോലെ തന്നെ ഈ ഫൂട്ടേജസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങളുണ്ടായി. ചോദ്യങ്ങളെന്ന് പറയുമ്പോൾ ഗ്യാപ്സ്, അങ്ങും ഇങ്ങും കണക്റ്റ് ആവാതെ കിടക്കുന്ന ധാരാളം ഗ്യാപ്സ്. അങ്ങനെ ആ ഗ്യാപ്സ് അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി ഞങ്ങൾ ഇറങ്ങി. ഇതിനു വേണ്ടി കഷ്ടപ്പാട് അനുഭവിച്ച കുറച്ച് പേരും കൂടെ ഉണ്ട് നമ്മുടെ ടീമിൽ. നമുക്ക് അവരെ ഒന്ന് കാണാം. ബാ, ഇത് എബി, ഇത് ബോബി. ഇവരാണ്, ഞങ്ങൾ 3 പേരുമാണ് ടീം. ഞങ്ങളുടെ ടീമാണ് ഈ വിഷ്വൽസ്, ഞങ്ങളെ കയ്യിലാണ് ഈ വിഷ്വൽസ് കിട്ടിയത്. ഇതിൽ നിന്നൊക്കെ ഇവരെ എല്ലാവരെയും കണ്ടുപിടിച്ച് ഇതെല്ലാം ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ആക്കിയത്. ഇവരുടെ കൂടെ വലിയൊരു ഭാഗം ഇതിലുണ്ട്. അപ്പോൾ ഇവരാണ് നമ്മുടെ ടീം. ഓക്കെ, ആദ്യം ഞങ്ങൾക്കുണ്ടായ ചോദ്യം എന്ന് പറഞ്ഞത്, ഈ സംഭവം നടന്ന് ഇത്രയും നാളായിട്ടും ഈ പറയുന്ന ഫോണും ക്യാമറാസും എല്ലാം വേറെ ആരും, അതായത് പിന്നീട് അവിടെ വന്ന ആരും അത് കണ്ടില്ലേ എന്നായിരുന്നു. അതായത് കണ്ടെത്താത്തത് എന്തുകൊണ്ടായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ ഡൗട്ട്. പക്ഷെ അതിൻ്റെ ഉത്തരം ഈ വീടിൻ്റെ ഓണറാണ് ഞങ്ങൾക്ക് തന്നത്. ആക്ച്വലി ഈ ഹൗസ് നമ്പർ 666-ൻ്റെ ആദ്യത്തെ ഓണർ, അതായത് യഥാർത്ഥ ഓണർ ഇപ്പോഴുള്ള ഓണർ അല്ലായിരുന്നു. ഇപ്പോഴത്തെ ഓണർ അത് മറ്റൊരാളിൽ നിന്ന് വാങ്ങിയതാണ്. വാങ്ങിക്കഴിഞ്ഞ് ഈ വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് അബ്രോഡ് ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോവേണ്ടി വന്നു. ആ സമയത്തായിരുന്നു COVID-19 മഹാമാരിയുടെ തുടക്കം. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ വീട്ടിൽ മറ്റാരും താമസിക്കാൻ വന്നതുമില്ല. ഞങ്ങളുടെ ഈ സംശയം പോലെ തന്നെ ഈ ക്യാമറാസും ഫോണും ഒന്നും മറ്റാർക്കും കിട്ടാത്തതിൻ്റെ കാരണം ഇതാണ്. ഇനി ഞങ്ങൾ ഈ വീടിൻ്റെ, അതായത് ഹൗസ് നമ്പർ 666-ൻ്റെ യഥാർത്ഥ ഓണർ, അതായത് ആദ്യത്തെ ഓണറിനെ ചെന്ന് കാണുകയും അവരിൽ നിന്നും പല സത്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ആ സത്യങ്ങളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വാഭാവിക ചിന്തകൾക്കും അപ്പുറമായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് ഈ ഫൂട്ടേജസിൽ കണ്ട കൂട്ടുകാരെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയ, ഫോണിൽ നിന്നും കിട്ടിയ ചില ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് ഞങ്ങൾ അവരെ ട്രാക്ക് ചെയ്ത് പിടിച്ചു. ഇനി അന്ന് നടന്ന ആ സംഭവത്തിനെക്കുറിച്ച് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സത്യം പറയല്ല,
അന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചതേയല്ല. ഇങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കുമെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഇപ്പോഴും ആ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ചെടുപ്പ് കൂടും. ഞങ്ങളിത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് പോലും ആരും വിശ്വസിച്ചില്ല. ഈ ഫൂട്ടേജസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നൊരു ഡൗട്ടായിരുന്നു, രാകേഷിന് എന്ത് പറ്റി? അത് നമുക്ക് രാകേഷിനോട് തന്നെ ചോദിക്കാം. ഞാൻ വീണ സമയത്ത് കുറച്ച് നേരത്തേക്ക് എനിക്ക് ഒന്നും ഓർമ്മയില്ലായിരുന്നു. ഓർമ്മ വന്നപ്പോൾ ആരോ എന്നെ വലിച്ച് പുറത്തേക്ക് ഇട്ടതുപോലെ തോന്നി. ശരിക്കും ദൈവത്തിൻ്റെ ഒരു കരം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ എന്തോ ഒരു ശക്തി ഞങ്ങളെ രക്ഷിക്കാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. എനിക്കത് തോന്നിയായിരുന്നു, നമ്മളന്ന് അവിടെ രക്ഷിക്കണേ എന്തോ ഒരു അതിർശക്തി അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതെനിക്ക് നല്ലതുപോലെ തോന്നിയായിരുന്നു. അതെന്താ അങ്ങനെ ഒരു ശക്തി അവിടെ നിങ്ങളെ രക്ഷിക്കാൻ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം എന്തായിരുന്നു? ആദ്യം അത് ബാധിച്ചത് വിജയാണ്, പിന്നെ ഞങ്ങൾ രണ്ടുപേരെ. പക്ഷേ അത് ഓരോ പ്രാവശ്യം ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നപ്പോഴും പെട്ടെന്ന് വേറെ എന്തോ ഒന്ന് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് വലിച്ചു പുറത്തിട്ട പോലെ ഫീലാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ഞങ്ങളെ കൊണ്ട് അതിനെ നേടാൻ പറ്റില്ലായിരുന്നു. അത് ഉപദ്രവിക്കാൻ വരുന്ന ഓരോ നിമിഷവും മരണം ഉറപ്പായിരിക്കേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ ഞങ്ങൾ ചത്തു എന്ന് വിചാരിക്കുന്ന ആ എക്സാക്ട് മൊമെന്റിൽ ഒരു അത്ഭുതം പോലെ ഞങ്ങളുള്ള പിടി അത് വിടും. പിന്നീട് തിരിച്ചു ചെന്ന്, അതായത് പിന്നീട് ആ വീട്ടിൽ തിരിച്ചു ചെന്ന് നിങ്ങളുടെ ക്യാമറയും ഫോണും ഒക്കെ തിരിച്ചെടുക്കണമെന്ന് തോന്നിയിട്ടില്ലേ? അറിയാതെ ഒരു ദിവസം ആ സംഭവത്തെ പറ്റി ആലോചിച്ചപ്പോൾ തന്നെ ഇവിടെ മുട്ടിട്ടെന്റെയും പനിയായിരുന്നു. പിന്നെയാണ് തിരിച്ചു പോയി ക്യാമറ ഫോൺ എടുക്കുന്ന ആലോചിച്ചിട്ടില്ല. അങ്ങോട്ട് പോകുന്ന കാര്യം ഞങ്ങൾ പിന്നീട് ആലോചിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ സംഭവത്തെക്കുറിച്ച് പിന്നെ സംസാരിച്ചിട്ട് പോലുമില്ല. ജീവൻ തിരിച്ചു കിട്ടിയതിനെ വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഈ ഒരു സാഹസം നിങ്ങൾ ചെയ്യാൻ ഒരുങ്ങിയത് തന്നെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെന്ന് ഇതിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ? അതായത് സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ അവസ്ഥ എന്താണ്? സത്യം പറഞ്ഞാൽ പൈസ കിട്ടുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞങ്ങളിത് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ ഞങ്ങൾക്കൂടെ ഉണ്ടായത് പേടിപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു. പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞാണെന്ന് തോന്നുന്നു, ഒരു ലേഡി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞു നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് തന്നു. നിങ്ങൾ അവർ ആരാണെന്ന് ചോദിച്ചില്ല? അതായത് ആ ലേഡി ആരാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലായിരുന്നോ? ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചു. പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ പിറകെ പോയതുമില്ല. ഇനി അത് ചോദിച്ച് എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടുമെന്ന് പേടിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷെ അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓക്കെ. എനിക്കൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങാൻ പറ്റി, അനിലിൻ്റെ ജപ്തി ഒഴിവാക്കി കിട്ടി. എനിക്കും ആ പൈസ നന്നായിട്ട് ഉപകാരപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലൈഫ് നന്നായി പോകുന്നുണ്ട്. ഈ സംഭവം നടന്ന സമയത്തുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾക്കറിയാവൂ. പക്ഷേ ഇത് നടക്കുന്നതിന് മുൻപും ഈ സംഭവം നടക്കുന്ന ആ സമയത്തും അതിന് ശേഷവും നിങ്ങൾക്കറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതെന്താ സാർ? ആദ്യം നമുക്ക് ഈ സംഭവം നടന്ന സമയത്തുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഈ ക്ലാസ് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ കണ്ടില്ല. ഈ റൂം മൊത്തത്തിൽ പ്രശ്നമാണല്ലോ എൻ്റെ പൊന്നെ.
സെയിം സാർ. ഇത് പറച്ചിലൊക്കെ പക്ഷേ എൻ്റെ അളിയാ, ഇതെങ്ങനെ ഞാൻ അപ്പം കണ്ടിരുന്നെങ്കിൽ അപ്പം തന്നെ ഞാൻ സ്പോട്ടിൽ തന്നെ. രാകേഷ്, ആക്ച്വലി ഈ സംഭവങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാകേഷിൽ നിന്നാണ്. ഇവിടെ എടുത്തിരുന്ന അതങ്ങനെ സാറേ? അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിനു മുമ്പ് ആ വീട്ടിൽ ആ എൻറ്റിറ്റി നിങ്ങളെ അറ്റാക്ക് ചെയ്തപ്പോലുള്ള ഒരു കാര്യം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ദേഹത്തിൽ കൈ ശരിയുണ്ടാ? എടാ, നമ്മുടെ എല്ലാവരുടെയും നേരത്തുണ്ടല്ലോ അവരുടെ കൈ. അപ്പോഴൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ. ശരി, നമുക്ക് അന്ന് ഇങ്ങനെ തോന്നില്ല, ആരെ പിടിച്ചേട്ടാൻ തോന്നിയില്ലല്ലോ. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പിടുത്തമില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഈ കൈ വന്നതിൻ്റെ കാരണം ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഓക്കെ, ഇനി നമുക്ക് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിന് മുമ്പുള്ള ചില കാര്യങ്ങളിലോട്ടൊന്ന് നോക്കാം. അതിനു മുന്നേ രാകേഷ് അനിലിനോട് ഇവിടെ നിങ്ങളൊരു ആക്സിഡൻറ്റിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഈ ഫുട്ടേജസിൽ നിന്ന് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ആ ആക്സിഡൻറ്റ് സംഭവിച്ച ആളെ കുറിച്ച് പിന്നെ നിങ്ങൾ അന്വേഷിച്ചായിരുന്നു? ഇല്ല, അന്ന് പുള്ളിക്കാരൻ്റെ മുഖം പോലും കാണാൻ പറ്റില്ല. പിന്നെ നമ്മളതിൻ്റെ പുറകെ പോയിട്ടുമില്ല. അത് മുമ്പിലില്ല. ഓക്കെ, ഞങ്ങൾ അന്വേഷിച്ചു. ആക്ച്വലി തൊട്ടടുത്ത ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പുള്ളിക്കാരൻ മരിച്ചു. ഇനി എൻ്റെ ചോദ്യം, പ്രത്യേകിച്ച് രാകേഷിൻ്റെ അടുത്തുള്ള ചോദ്യം എന്ന് പറയുന്നത്, 2020 ജനുവരി 20 മരിച്ച ആളെങ്ങനെ 2020 ജനുവരി 23 രാകേഷിനെ വിളിച്ചു? വിശ്വാസമാകുന്നില്ല അല്ലേ? ഞങ്ങൾക്കും വിശ്വാസമായില്ല. നിങ്ങൾക്ക് അന്നത്തെ പേപ്പർ കട്ടിങ്സ് ഞാൻ കാണിച്ചു തരാം. നോക്കിയോളൂ. ആ പേപ്പർ കട്ടിങ്സിൽ അയാളുടെ അഡ്രസ്സ് നിങ്ങൾ വായിച്ചായിരുന്നോ? ആ അഡ്രസ്സ് ഒന്ന് ശ്രദ്ധിച്ചേ. ഇതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ച ഡീറ്റെയിൽസാണ്. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഡീറ്റെയിൽസാണ്. അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ വന്ന ചോദ്യങ്ങൾക്കുള്ള ഞങ്ങൾ കണ്ടുപിടിച്ച ഉത്തരങ്ങളാണ്. ഇനി ഞങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, അതായത് ഈ മരിച്ച ആൾ എങ്ങനെ രാകേഷിനെ വിളിച്ചു? അങ്ങനെ ഇപ്പം വിളിച്ചു എങ്കിൽ പോലും ആ മരിച്ച ആളും രാകേഷിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫാക്ടർ എന്തായിരുന്നു? അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു കോമൺ ഫാക്ടർ വേണ്ട. അത് എന്താ? നിങ്ങൾ അന്നാണ് അയാളെ മുഖം പോലും രാകേഷ് കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അയാളെ നിങ്ങളിപ്പോഴാണ് അറിയുന്നത് എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് അയാൾ രാകേഷിനെ തന്നെ തിരഞ്ഞെടുത്തു?
ഈ 3 ചോദ്യത്തിനും ഞങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനി എൻ്റെ ഒരു ഊഹാപോഹമായിരുന്നെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു സമയത്ത് നിങ്ങളെ സഹായിക്കാനായിട്ടൊരു അദൃശ്യ ശക്തി, ഒരു ദൈവത്തിൻ്റെ കരം എന്നൊക്കെ പറയുന്ന പോലെ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നി എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് ഈ വീടിൻ്റെ ഓണർ, അതായത് മരിച്ചുപോയി എന്ന് പറയപ്പെടുന്ന ഈ ഓണർ ആയിക്കൂടാ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ അവിടുത്തെ ആ ഒരു എൻറ്റിറ്റി പൊസസ് ചെയ്ത് ആ പൊസഷൻ സ്റ്റേജിൽ നിന്നും പുറത്ത് വരുന്ന ആ ഒരു എക്സാക്ട് ടൈമിലാണ് നിങ്ങളെ ശരീരത്തിൽ ആ ഒരു കൈ കണ്ട് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ആ ഇമേജസ് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. അതായത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ രക്ഷിച്ച ആ ടൈമാണത്. നിങ്ങളെ 3 പേരെ പരസ്പരം നിങ്ങളെ 3 പേരിൽ നിന്നും ആ എൻറ്റിറ്റിയിൽ നിന്നും രക്ഷിച്ച ടൈമാണ്. അപ്പോൾ എന്തുകൊണ്ട് ആ വീട്ടിൻ്റെ ഓണർ ആയിക്കൂടാ നിങ്ങളന്ന് രക്ഷിക്കാൻ വന്നത്? എന്നാലും സാറേ, ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ആക്ച്വലി ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഒരു ഊഹം മാത്രമായിരുന്നു എന്നാണ് ഞാൻ നേരത്തെ കരുതിയത്. അവിടെയാണ് നമ്മുടെ 3ാമത്തെ ഭാഗം. അതായത് നിങ്ങൾക്ക് ഞാനിപ്പോൾ ആ സംഭവം നടന്ന സമയത്തുള്ള കാര്യം കാണിച്ചു തന്നു. അതിന് മുന്നേ നടന്ന കാര്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ഞാൻ ചോദിച്ച കാര്യം, അത് ആ ഒരു ഓണറാണോ നിങ്ങളെ സഹായിച്ചത് എന്നുള്ളതിൻ്റെ ആ ഒരു 3ാമത്തെ ഭാഗം, അത് നമ്മുടെ ഇനി ഞാൻ പറയാൻ പോകുന്ന ആ 3ാമത്തെ ഭാഗത്തിലാണ് അതിൻ്റെ പ്രസക്തി. ഇനി ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ വാക്കുകളാണ്. അവരുടെ പ്രൈവസി മാനിച്ചിട്ട് അവരുടെ ഫേസും ശബ്ദവും ഞങ്ങൾ ബ്ലർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരുടെ ഫുട്ടേജിലോട്ട് പോവാം, നോക്കാം. എന്റെ ചേട്ടൻ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് എന്നോട് പറഞ്ഞതാ, ആ വീട്ടിൽ ആരെങ്കിലും കൊണ്ട് താമസിപ്പിച്ച് അവിടെ ഈ പറയുന്ന കണക്കുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തെളിയിച്ചതിന് ശേഷം ആ വീട് വിൽക്കണമെന്ന്. പക്ഷെ അതിനു മുന്നേ എന്റെ ചേട്ടൻ എന്റെ ചേട്ടന്റെ മരണത്തിന് ശേഷം ഞാൻ ആ വീട്ടിൽ പോയിട്ടില്ല. പക്ഷെ ഒരു 6 മാസത്തിന് ശേഷം ആ വീട് വാങ്ങാൻ ഒരാൾ വന്നു. ചേട്ടൻ നേരത്തെ പറഞ്ഞ ഒരു ബ്രോക്കർ വഴിയാ വന്നതെന്നാ പറഞ്ഞു. വീട് പോലും അയാൾ കയറി കണ്ടില്ല, ഫോട്ടോസ് കണ്ടെന്നാ പറഞ്ഞു വീടിന്റെ. പെട്ടെന്ന് തന്നെ ആ വീട് വിറ്റുപോയി. അന്നേ ദിവസം ഞാൻ ഉറങ്ങാൻ കിടന്ന സമയത്ത് എന്റെ കാലിൽ ആരോ തൊട്ടതുപോലെ എനിക്ക് തോന്നി. ഞാൻ ആരാന്ന് നോക്കാൻ എണീക്കുന്നതിന് മുൻപ് തന്നെ എന്റെ ചേട്ടന്റെ ശബ്ദം ഞാൻ കേട്ടു. ചേട്ടന്റെ ഫോണിൽ 666 തീരുന്ന ഒരു നമ്പർ ഉണ്ടെന്നും ആ ആളുടെ പേര് രാകേഷ് ആണെന്നും പറഞ്ഞു. അയാൾക്കും അയാളുടെ 2 കൂട്ടുകാർക്കും ഈ കിട്ടിയതിൽ നിന്ന് ഒരു തുക അടുത്ത ദിവസം തന്നെ കൊടുക്കണമെന്നും എന്നോട് പറഞ്ഞു. ആ പൈസ അവർക്ക് അർഹതപ്പെട്ടതാണെന്ന് അവരോട് പറയണമെന്നും എന്നോട് ചേട്ടൻ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് തന്നെ എന്റെ ചേട്ടൻ എന്റെ നെറ്റിയിൽ ഒരു ഉമ്മ തന്നു. പെട്ടെന്നാണ് ഞാൻ ഉറക്കത്തിൽ നിന്നും കണ്ണു തുറന്നത്. ഈ കേട്ടതെല്ലാം ഒരു സ്വപ്നമായിരുന്നെന്ന് അപ്പോഴാ മനസ്സിലായത്. പക്ഷെ എന്റെ ചേട്ടന്റെ മണം ആ റൂമിൽ അപ്പോഴും ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഞാൻ അപ്പോൾ തന്നെ ചേട്ടന്റെ ഫോൺ എടുത്ത് നോക്കി. അതിൽ 666 തീരുന്ന നമ്പർ ഞാൻ കണ്ടു. ആ നമ്പറിൽ അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. ചേട്ടൻ പറഞ്ഞ അത്രയും തുക ഞാൻ അവർക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും എന്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു. ആരാണ് ഇവരൊക്കെ? എന്തിനാണ് ഈ തുക അവർക്ക് കൊടുക്കാൻ ചേട്ടൻ എന്നോട് പറഞ്ഞത്? പക്ഷെ എന്തുകൊണ്ടാണ് എന്റെ ചേട്ടൻ അവർക്ക് ആ പൈസ കൊടുക്കാൻ പറഞ്ഞതെന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മരണത്തിന് ശേഷമാണെങ്കിൽ പോലും എന്റെ ചേട്ടനെ സഹായിച്ചതിൽ അവരോട് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങൾ പറയണം. ഇപ്പോൾ മനസ്സിലായോ? അതായത് ഞാൻ എൻ്റെ ഒരു ഊഹമായിരുന്നു എന്ന് പറഞ്ഞ കാര്യം സത്യമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ആക്ച്വലി ആ ഫൂട്ടേജസിൽ, അതായത് ഞങ്ങൾ ഇവരുമായിട്ട് ഈ ഓണറിൻ്റെ വൈഫുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ആ ഫൂട്ടേജസിൽ രാകേഷ് അനിലിനോട് പറയുന്ന ഒരു ആക്സിഡൻറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയത്. പക്ഷേ ആക്ച്വലി കണക്ട് ചെയ്തപ്പോൾ അതിൽ നിന്നും വന്ന ഞങ്ങൾ മനസ്സിലാക്കിയ സത്യങ്ങൾ വളരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു.
ആക്ച്വലി അതിൽ നിന്നാണ് ഇവരുടെ കണ്ടതിന് ശേഷമാണ് ഇതെല്ലാം ഞങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ. സാർ ഇത്രയും നാളും ആ ദിവസം ജീവിതത്തിൽ പേടിപ്പെടുത്തുന്ന അനുഭവമായിട്ടാണ് ഞങ്ങൾ കണ്ടത്. അറിയാതെ ആണെങ്കിൽ പോലും മനുഷ്യനെ ഞങ്ങൾ മനസ്സിൽ ഒരുപാട് ശപിച്ചിട്ടുണ്ട്. ഞങ്ങളിന്ന് ജീവിക്കുന്ന ഈ ജീവിതത്തിന് കാരണം അദ്ദേഹമാണെന്ന് അറിയുമ്പോൾ വളരെയധികം സന്തോഷം, അതുപോലെ തന്നെ പുള്ളിക്കാരനോടുള്ള നന്ദിയും പറഞ്ഞറിയിക്കാൻ പറ്റുന്നു. നേരിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വൈഫിനോട് നമ്മളെ പേരിൽ ഒരു നന്ദി വാക്ക് പറഞ്ഞേക്കണം സാർ. ഇവർക്ക് സംഭവിച്ച ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കൃത്യമായ വിശദീകരണങ്ങളോ വിവരണങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാലും അതിൻ്റെ പിന്നിലൊക്കെ ഒരു കാരണമുണ്ടെന്ന് മനസ്സിലായി. അതെനിക്ക് ഉറപ്പായത് ഈ ഗോൺ വാലി 666 ഹോണ്ടിങ് കേസിൽ നിന്നുമാണ്. കാരണം ഈ ഹൗസ് നമ്പർ 666ൻ്റെ ആദ്യത്തെ ഓണർ, അതായത് യഥാർത്ഥ ഓണർ, അദ്ദേഹത്തിൻ്റെ പ്രൈവസി റീസൺസ് കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പുള്ളിക്കാരൻ്റെ കുടുംബത്തിനെയോ കൂട്ടുകാരെയോ ബന്ധുക്കളെയോ തിരഞ്ഞെടുക്കാതെ അദ്ദേഹം മരിക്കാൻ സമയത്ത് സഹായിക്കാൻ ശ്രമിച്ച ഒരു ചെറുപ്പക്കാരനെയും അയാളുടെ കൂട്ടുകാരെയാണ് തിരഞ്ഞെടുത്തത്. അറിയാതെയാണെങ്കിൽ പോലും ജീവൻ പണയം വെച്ച് അവർ 3 പേരും അദ്ദേഹത്തിന് ആ കാര്യം സാധിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ വീട്ടിൽ സംഭവിച്ചത്, ആ വീട്ടിലുണ്ടായിരുന്ന എൻറ്റിറ്റിയും ഈ 3 ചെറുപ്പക്കാരും തമ്മിലുള്ളൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പകരം ആ വീടിനെ ഇൻഫെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു എൻറ്റിറ്റിയോടുള്ള ആ വീടിൻ്റെ ഓണറിൻ്റെ ഒരു ചെറുത്തുനിൽപ്പായിരുന്നു. അതിന് അദ്ദേഹത്തിനെ സഹായിക്കാൻ ഈ അറിഞ്ഞോ അറിയാതെയോ ഈ 3 ചെറുപ്പക്കാർക്ക് സാധിച്ചു എന്നതാണ് സത്യം. ഈ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത്, അതായത് ഞാൻ നേരത്തെ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞ ഈ ഗ്യാപ്സ് എല്ലാം ഫില്ല് ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥകൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ, സ്വന്തം പാഷനിലൂടെ ലൈഫിൽ സക്സസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതേ വീട്ടിൽ തന്നെ ഒരു മൂവി ഷൂട്ടിങ്ങിന് വന്ന ഞങ്ങളെയാണ് ദൈവം തിരഞ്ഞെടുത്തതെന്നുള്ളത് മറ്റൊരു ചുഴലഴിയാത്ത ചോദ്യമാണ്. മരണമാണ് എല്ലാത്തിൻ്റെയും അവസാനവും എല്ലാത്തിനുമുള്ള ഉത്തരവും. മരണത്തിനുമപ്പുറം വേറെ ഒന്നുമില്ല എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗോൺ വാലി ഹോണ്ടിങ് കേസിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. മനസ്സിൽ നന്മയുള്ളൊരു മനുഷ്യൻ്റെ ആഗ്രഹം നടക്കുമെന്ന് ഉറപ്പുവരുത്തുന്നത് മരണത്തിനുമപ്പുറമുള്ള ദൈവം എന്ന ഒരു ശക്തിയായിരിക്കും എന്നാണ്. സയൻസും ടെക്നോളജിയും അതിൻ്റെ പീക്കിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്തും ഗോൺ വാലിയിലെ ഹൗസ് നമ്പർ 666 നടന്നതുപോലത്തെ ധാരാളം സംഭവങ്ങൾ ഇന്നും ലോകത്ത് സംഭവിക്കുന്നു. ഈ സംഭവിക്കുന്നതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം തികച്ചും അപരിചിതം. Your soul. Yes,